നേർവീഥി. 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 ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 42-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിന്റെ മകനായ യോഹാനാനും ഹോശയ്യാവിന്റെ മകനായ സേന്യാവും ആബാലവൃദ്ധം സർവ്വജനവും അടുത്തുവന്ന് യിരെമ്യാ പ്രവാചകനോട്, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ച് തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ. അസംഖ്യ ജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്തം കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകൻ അവരോട്, ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും. യഹോവ നിങ്ങൾക്ക് ഉത്തരം അരുളുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും, ഒന്നും മറച്ചു വയ്ക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവോട്, നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് പോലെ ഒക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തതയുമുള്ള സാക്ഷിയായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കുമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവൻ കാരേഹിന്റെ മകനായ യോഹാനായെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും ആബാലവൃദ്ധം സകല ജനത്തെയും വിളിച്ചവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിപ്പാൻ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ട് ഇരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. നിങ്ങളെ രക്ഷിപ്പാനും അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളോട് കരുണ തോന്നുന്നവനും നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരുണ കാണിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കയില്ല. യുദ്ധം കാണാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിസ്രയീം ദേശത്ത് എന്ന് പാർക്കുമെന്ന് പറയുന്നുവെങ്കിൽ യഹൂദയിൽ ശേഷിപ്പുള്ളവരെ ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രയീമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. വളരെ വിചിത്രമായ അധ്യായമാണ് 42-ാം അധ്യായം. ഇസ്രായേലിലെ, അതായത് യെരൂശലേമിലുള്ള ആളുകളെ ബാബേൽ രാജാവ് അടിമപ്പെടുത്തുവാൻ ദൈവമാണ് ഇടയാക്കിയത്. എന്നാൽ അവർ ബാബേൽ രാജാവിൻ്റെ ഉദ്യോഗസ്ഥരെ കൊന്ന ശേഷം മിസ്രയീമിന് പോകാൻ വട്ടം കൂടി ബേത്ലഹേമിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവർ യിരെമ്യാവോട് ദൈവഹിതമറിയാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇവിടെ തങ്ങിയാൽ ബാബേൽ രാജാവ് വന്ന് കൊല്ലുമെന്നും മിസ്രയീമിൽ ചെന്നാൽ ഫറവോൻ അവർക്ക് സംരക്ഷണം നൽകുമെന്നും അവർ വിശ്വസിച്ചുറച്ചിരിക്കുകയാണ്. പക്ഷെ അവർ യിരെമ്യാവോട് പറയുന്നത്, ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് നന്മയായാലും തിന്മയായാലും ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ അനുസരിക്കും. അത് ഞങ്ങളുടെ ഗുണത്തിനല്ലേ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തോട് നീ അഭയാചന കഴിക്കണം. ഞങ്ങൾ നിന്നിൽ നിന്നുള്ള ദൂതനായി കാത്തിരിക്കുന്നു.
നീ പറയുന്നതേ ഞങ്ങൾ ചെയ്യൂ, നീ ദൈവദാസനാണ്. ഇതാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരുടെ മനസ്സിൽ ഇരിപ്പ് വ്യത്യസ്തമാണ്. അങ്ങനെ അവർ ചിന്തിച്ചുറച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കേണ്ടതിന് വല്ല പ്രസക്തിയുണ്ടോ? ദൈവഹിതം മറിച്ചായാൽ ഇവർ അനുസരിക്കുമോ? ഇവർ യിരെമ്യാവോട് പറഞ്ഞത്, ദൈവം നിന്നോട് പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കുമെന്നായിരുന്നു. അവരുടെ ധാരണ എന്നുള്ളത് ദൈവം അവരോട് പ്രാണരക്ഷാർത്ഥം മിസ്രയീമിലേക്ക് നിങ്ങൾ ഓടിക്കൊള്ളുക എന്ന് പറയുമെന്നായിരുന്നു. കാരണം അവർ പോകാൻ ഒരുങ്ങി ബോർഡർ വരെ വന്നിരിക്കുകയല്ലേ. അപ്പോൾ ശരി, നിങ്ങൾ പൊയ്ക്കോ, അല്ലെങ്കിൽ ബാബേൽ രാജാവ് നിങ്ങളെ കൊല്ലും എന്ന് ദൈവം പറയുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അവർ ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു. ആദമും ഹവ്വയും ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു. വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവത്തെ പരീക്ഷിച്ച ധാരാളം ആളുകളെ, ശിംശോൻ ഉൾപ്പെടെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇങ്ങനെ ആയിരിക്കും ദൈവം ഉത്തരം അരുളുക. ഇതാണ്, അത് ദൈവത്തെ പരീക്ഷിക്കുന്നതല്ലേ. ഇന്നും വിദ്യാഭ്യാസം, വിവാഹം, ജോലി, ക്രയവിക്രയങ്ങൾ തുടങ്ങിയ ഗൗരവമായ കാര്യങ്ങളിലൊക്കെ മുൻകൂട്ടി തീരുമാനമെടുത്ത ശേഷം ദൈവഹിതം വെളിപ്പെടുത്തണമേ എന്ന് വലിയ വായിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ സ്വന്തം ഇഷ്ടം ചെയ്യും. ഇതാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ നടന്നു വരുന്നത്. 10 ദിവസം കഴിഞ്ഞാണ് ദൈവം യിരെമ്യാവിന് വെളിപ്പാടുകൾ നൽകിയത്. ഈ 10 ദിവസത്തിന് വേദപുസ്തകത്തിൽ വളരെ പ്രത്യേകതകളുണ്ട്. അതായത് 10 ഒട്ടകങ്ങളുമായിട്ടാണ് അബ്രഹാമിൻ്റെ ദാസൻ ഇസഹാക്കിന് ഭാര്യ എടുക്കാനായിട്ട് പോകുന്നത്. ബഥൂവേലും ലാബാനും പറയുന്നത്, ബാല 10 ദിവസം ഞങ്ങളോടുകൂടെ താമസിക്കട്ടെ എന്നായിരുന്നു. ലാബാൻ പിന്നീട് അവിടെ ചെന്ന യാക്കോബിനെ 10 പ്രാവശ്യം കൗളിപ്പിച്ചു. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. മിസ്രൈമിൽ 10 ബാധകളാലാണ് മിസ്രൈമിനെ ദൈവം ദണ്ഡിപ്പിച്ചത്. കനാനാട് ഒറ്റുനോക്കാൻ പോയവരിൽ 10 പേര് അവിശ്വസിക്കുവാൻ ഇടയായി. ദാനിയേലും കൂട്ടരും ബാബേലിൽ പറയുന്നത് 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കുക എന്നായിരുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സ്മുർണ സഭയോട് ദൈവം പറയുന്നത് 10 ദിവസം നിനക്ക് ഉപദ്രവമുണ്ടാകും എന്നാണ്. മണവാളിനെ എതിരേൽക്കാൻ 10 കന്യകമാരാണ് പുറപ്പെടുന്നത് എന്നാണ് കർത്താവ് ഒരു ഉപമയിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പരിശോധിച്ചാൽ ഈ 10-ന് കുറെ പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ കഴിയും. 10 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ എന്നുള്ള നിലയിലാണ്. 10 ദിവസം എന്നുള്ളത് ഒരു ചെറിയ സമയപരിധിയാണ്. അപ്പോൾ ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ ദൈവം യിരെമ്യാവിന് അരുളപ്പാട് നൽകി. പക്ഷേ യിരെമ്യാവിന് ദൈവം നൽകിയ ദൂത് നെഗറ്റീവായിരുന്നു. നിങ്ങൾ മിസ്രയീമിൽ പോകരുത് എന്ന് ദൈവം കർശനമായി കൽപ്പിക്കുകയാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ മിസ്രയീമിൽ പോകരുത് എന്ന് ദൈവം വിലക്കിയ ഒരാളെ കാണാൻ കഴിയും. അത് ഇസഹാക്കാണ്. ഇസഹാക്ക് ഫിലിസ്ത്യ ദേശത്ത് ഗരാറിൽ പാർത്ത കാലത്ത് അവരുടെ വലിയ ഉപദ്രവം നേരിട്ടു. വലിയ ക്ഷാമം, വരൾച്ച, പിന്നെ ഇവരുടെ ഉപദ്രവം. പക്ഷെ ദൈവം ഇസഹാക്കിന് സ്വപ്നത്തിൽ വെളിപ്പെട്ട് പറയുകയാണ്, നീ മിസ്രയീമിൽ പോകരുത്, ഇവിടെ പാർക്ക, ഇവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം തൻ്റെ വാക്ക് പാലിച്ചു. ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു 100 മേനി വിളവ് കിട്ടി അവൻ മഹാസമ്പന്നനായി മാറി എന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചിരുന്ന നമ്മളെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നത് പിതാവായ ആ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കാൻ, ദൈവഹിതം ചോദിച്ചറിഞ്ഞ് ആ ദൈവഹിതം പ്രവർത്തിക്കാനാണ്. നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം മുന്നൊരുക്കിയിട്ടുമുണ്ട്. അത് ചോദിക്കുകയേ വേണ്ടൂ. അത് ചോദിച്ച് അതനുസരിക്കുക. അതാണ് ഒരു വിശ്വാസിയെ കൊണ്ട്, ഒരു ദൈവമകനെ കൊണ്ട്, ദൈവമകളെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പല ആളുകളും അത് ചിന്തിക്കാറില്ല. കർത്താവ് എന്നെ രക്ഷിച്ചു, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്താലും കർത്താവ് അതിനെ ഇവിടെ കൂട്ടുനിൽക്കും എന്നാണ് അവരുടെ ധാരണ. അങ്ങനെയല്ല. കർത്താവ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പ്രസാദിച്ചു. ഈ ഭൂമിയിലും കർത്താവിൻ്റെ ഹിതമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്.
അതിലൂടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. നമ്മുടെ കർത്താവ് സ്നാനശേഷം മരുഭൂമിയിൽ വിശന്ന് ഇരിക്കുക എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ഒരു നിശ്ചിത സമയം വിശന്നിരിക്കുക. പക്ഷെ ഇതിനിടയ്ക്ക് സാത്താൻ വന്ന് പറഞ്ഞു, നീ കല്ലപ്പമാക്കി ഭക്ഷിക്കുക. അത് ദൈവഹിതത്തിനെതിരാണ്. യേശു ദൈവഹിതത്തിനെതിര് ചെയ്തില്ല. ഇതാണ് നമുക്ക് മാതൃക. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എനിക്ക് ഇന്ന രാജ്യത്ത് പോയാൽ, ഇന്ന ജോലി ചെയ്താൽ, ഇന്ന പെണ്ണിനെ കല്യാണം കഴിച്ചാൽ, ഇന്ന പുരുഷനെ കല്യാണം കഴിച്ചാൽ, ഇന്ന സ്ഥലത്ത് വീട് വെച്ചാൽ, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് മെച്ചമുണ്ടാകും എന്ന് നമ്മളങ്ങ് ചിന്തിച്ച് ഉറപ്പുവരുത്തി നമ്മളങ്ങ് ചെയ്യുകയാണ്. എന്നിട്ട് അത് നടത്തി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതല്ല ആത്മീക ജീവിതം. ഇവിടെ എരുമയെ പറഞ്ഞാൽ നിങ്ങൾ പോകാൻ പാടില്ല. മിസ്രൈമിൽ പോയാൽ വാള്, ക്ഷാമം, മഹാമാരി നിങ്ങൾക്കുണ്ടാകും, നിങ്ങളോടെ മരിക്കും. എന്നാൽ ഇവിടെ ബാബേൽ രാജാവിനെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ എനിക്ക് സാധിക്കും, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്നായിരുന്നു ദൈവം അവർക്ക് നൽകിയ ദൂത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും, വലിയ കാര്യത്തിലായാലും ചെറിയ കാര്യത്തിലായാലും നമ്മുടെ പിതാവായ ദൈവത്തോട് ഈ കാര്യത്തിലുള്ള അവിടുത്തെ ഹിതമെന്താണ്, തിരുഹിതമെന്താണ് എന്ന് ചോദിച്ചറിഞ്ഞ് അതുമാത്രം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.